ഒരു സ്ത്രീക്ക് അവളുടെ മെൻസസ് ടൈമിൽ എത്ര ബ്ലഡ് ശരീരത്തിന് ഒഴുകി പോകണം? ശരിക്കും ഒരു ഫ്ലോ ആയിട്ട് പോയില്ലെങ്കിൽ എന്താ കുഴപ്പം? ഇന്നലെ ഞാൻ കണ്ട ഒരു ഹോമിയോ ഡോക്ടർ ഇട്ടിട്ടുള്ള ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത പോലത്തെ ഒരു വീഡിയോ പോസ്റ്റാണിത്. ഇത്ര അറിവുകളായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ചില സ്ത്രീകളൊക്കെ ഒപ്പിയിൽ വന്നിട്ട് പറയും, ഡോക്ടർ എനിക്ക് മെൻസസ് ടൈമിൽ ആകെ 2 ദിവസമൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ, അങ്ങ് ഫ്ലോ ആയിട്ട് ഒരുപാട് പോകുന്നൊന്നുമില്ല. അപ്പൊ ഞാൻ ചിരിച്ചോണ്ട് വയ്ക്കും, ആഹാ അപ്പൊ സുഖമില്ലേ, ആകെ 2 ദിവസത്തെ മെനക്കെടല്ലേ ഉള്ളൂ, അപ്പൊ ബ്ലീഡിങ് ഇല്ലാത്താണോ നിങ്ങൾക്ക് കുഴപ്പമൊന്നും? അപ്പൊ അവരുടെ മറുപടിയാണ്, അതല്ല ഡോക്ടറെ, ഇതിങ്ങനെ പോവാതെ കെട്ടിക്കിടന്നാൽ വേറെ വല്ല അസുഖമാവുമെന്നൊക്കെ പലയിടത്തും കേട്ടു. വേറെ ചിലർ പറയും, അല്ല ഇത് നമ്മുടെ അശുദ്ധ രക്തമല്ലേ, അതെല്ലാ മാസവും നന്നായിട്ട് പോണ്ടേ. എന്തുമാത്രം പൊട്ട ആശയങ്ങളല്ലേ നമ്മുടെ സമൂഹത്തിൽ. ഇതൊക്കെ എങ്ങനെയൊക്കെയാ വരുന്നത്? നിങ്ങൾ എന്താ കരുതുന്നേ, ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകാൻ പറ്റാതെ അവിടെ ബ്ലോക്ക് ആയി കിടക്കണമെന്നോ? അല്ല, അകത്ത് പോകാനായിട്ട് അധികമൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെയാണ് ഫ്ലോ കുറയുന്നത്. പിന്നെ ഈ അശുദ്ധ രക്തം ഒരുപാട് ഒഴുകി പോകണം എന്നുള്ളതൊക്കെ വെറും വിശ്വാസത്തിന്റെ കൺസെപ്റ്റ് മാത്രമാണ്. ഈ രക്തമൊന്നും അശുദ്ധമല്ല. സയന്റിഫിക്കലി പറഞ്ഞാൽ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് വെച്ചിട്ട് പീരിയഡ് ടൈമിൽ ഫ്ലോ മാത്രം കുറയുന്നതിന് അത്ര വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ഹൈപ്പോമെനോറിയ എന്നൊരു ടേം വെച്ചിരുന്നത് പോലും എടുത്തു കളഞ്ഞു. അതായത് ഈവൻ പീരിയഡ് ടൈമിൽ 5 ml ബ്ലഡ് ലോസ് പോലും നോർമലാണ്. മാക്സിമം 80 മില്ലി വരെ ആവാം. ശരിക്കും നമ്മുടെ പീരിയഡ് ടൈമിൽ പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നത് ബ്ലഡ് ഒന്നും അല്ല, പ്രഗ്നൻസിക്ക് വേണ്ടി ഒരുക്കിയ യൂട്രൈൻ ലൈനിങ് ആണ്. അതിനോടൊപ്പം ബ്ലഡ് വെസലും കൂടെ പൊട്ടി ചോര കലർന്ന് പോകുന്നു എന്ന് മാത്രം. അതിലധികം കട്ടിയില്ലെങ്കിൽ അധികം ബ്ലഡ് വെസൽ പൊട്ടില്ല, ഫ്ലോയും കുറവായിരിക്കും. നേരെ മറിച്ച് എൻഡോമെട്രിയൽ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് ബ്ലഡ് ഫ്ലോയും കൂടും. ഈ കാണിച്ചതിൽ മിക്കവാറും ഒന്നും വെറുതെ ബ്ലഡ് ഫ്ലോ മാത്രം കുറയ്ക്കാൻ മാത്രമുള്ള കോഴ്സിൽ പെടുന്നേയില്ല. മറിച്ച് ഇവയൊക്കെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കി റെഡ്യൂസ്ഡ് പീരീഡ് സൈക്കിൾ അല്ലെങ്കിൽ പീരീഡ് ഇല്ലാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്. പ്രത്യേകിച്ച് സ്ട്രെസ്, ഉറക്കക്കുറവ്, ഓവർ എക്സസൈസ് ഒക്കെ. ഇനി മറ്റൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ പീരീഡിന് ഫ്ലോ കുറവാണെങ്കിൽ അല്ലെങ്കിൽ പീരീഡ് ആയില്ലെങ്കിലൊക്കെ അത് രക്തക്കുറവാണെന്നും പറഞ്ഞിട്ട് കുറെ അയൺ സപ്ലിമെന്റ്സ് കൊടുക്കുന്ന പതിവ് കാണാറുണ്ട്. എന്നാൽ അതും ഒരു കോമൺ റിലേഷനോ കോഴ്സോ അല്ല. അപ്പൊ എന്താ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് പീരീഡ്സ് ടൈമിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, പെയിൻ ഇല്ല, റെഗുലർ സൈക്കിൾസ് ഉണ്ട്, ഫ്ലോ മാത്രം കുറച്ച് കുറവാണെന്ന് കരുതിയിട്ട് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിൽ പെട്ടതല്ല. യു ആർ പെർഫെക്റ്റ്ലി ഫൈൻ. പക്ഷേ ആകെ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നല്ല ഫ്ലോ ഉണ്ടായിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് അബ്രപ്റ്റ് ആയിട്ട് പീരീഡിൽ ചേഞ്ച് വരികയാണെങ്കിൽ, കൂടെ വേറെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ മേ ബി ഒരു ഹോർമോൺ ഇംബാലൻസിലേക്കോ വേറെ പ്രോബ്ലംസിലേക്കോ പോകുന്നതിന്റെ സ്റ്റാർട്ടിങ് ആവാം ഈ റെഡ്യൂസ്ഡ് ഫ്ലോ. അപ്പോൾ ഒന്ന് വാച്ച് ചെയ്യാം. ഇനി ഇറഗുലാരിറ്റി എന്തെങ്കിലും പ്രോബ്ലംസ് കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണാൻ മറക്കാൻ വേണ്ട.